ഇത് അവധിക്കാലമല്ല, പക്ഷെ എല്ലാവരും ഗോവയിലേക്ക് ഒരു ഹോളിഡേ ട്രിപ്പ് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. കാരണം ഇപ്പോ ഗോവയാണ് കേരളത്തിന്റെ തലസ്ഥാനം. ആൻഡ് റൈറ്റ് നൗ എന്റെ കൂടെ ഉള്ളത് അലോൺസ്. നമസ്കാരം. ഹസ്ബൻഡ്സ് ഇൻ ഗോവ ഡയറക്ടർ is here with us and he is. ഹായ്, ഞാൻ സജി സുരേന്ദ്രൻ. എന്താണ് ഗോവയിൽ പോയി എന്ത് പഠിച്ചു? ഗോവയാണ് ലാലേട്ടൻ പറയുന്ന കണക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ, ഭൂമിയിലെ ഏറ്റവും വലിയ സ്വർഗം എന്ന് നമ്മുടെ സിനിമയിൽ പറയുന്നത് പോലെ, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന്, അല്ലെങ്കിൽ ഭാര്യമാരെ പറ്റിച്ചു പോകുന്ന കള്ള ബാച്ചിലേഴ്സിന്. ഗോവ കാണാത്തവരോട് ഗോവയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഗോവ കാണാത്തവർ ഗോവയെ കുറിച്ച് പറയാനുള്ളത് ഹസ്ബൻഡ്സ് ഇൻ ഗോവ കാണുക. ആദ്യമായി ഗോവ കണ്ടപ്പോൾ എന്ത് തോന്നി? ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് ഞാൻ ഗോവ കാണുന്നത് തന്നെ. നമ്മുടെ സിനിമയിൽ പറയുന്ന കണക്ക് ഒരു മദാലസയെ പോലെയാണ്. സുരാജ് വഞ്ഞാറമ്മോട് പറയുന്നത് മദാലസയെന്നോ മദാമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. കാരണം ഗോവയിൽ ചെറുപ്പക്കാർക്കോ ആർക്ക് വേണമെങ്കിലും ഗോവ എല്ലാം തരും ഒരു നമുക്ക് ആസ്വദിക്കാൻ. സോ ഈ ഫിലിമിന്റെ ആദ്യത്തെ പോസ്റ്ററിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ സ്റ്റാർ ജാം. ഓക്കെ, ഭാര്യമാരെ പറ്റിക്കുന്നത് ശരിയാണോ? ചർച്ച ഇവിടെ ആരംഭിക്കുകയാണ്. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ തമാശകളും കാര്യങ്ങളുണ്ട്. ഈ ആക്ച്വലി നമ്മൾ മനഃപൂർവ്വം പറ്റിക്കുന്നതല്ല. പലപ്പോഴും നമ്മൾ ഈ ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്ന് പറയുന്നതാണ് നല്ലത്. അതാണ് ഈ സിനിമയും പറയുന്നത്. അന്നുള്ള കാര്യം അന്നന്ന് ഭാര്യയായിട്ട് ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതാണ് എല്ലാ ഭർത്താക്കന്മാർക്കും ഒരു ലോങ് റണ്ണിന് അല്ലെങ്കിൽ ലോങ് ലൈഫിന് നല്ലത്. പക്ഷെ നമ്മൾ എന്താ പറയാ, പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ പറ്റിച്ചു പോകും, കള്ളം പറഞ്ഞു പോകും. ഒരു പക്ഷേ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ഇതുപോലെയുള്ള യാത്രകൾക്ക് പോകണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കാത്തതായിട്ട് ചിലപ്പോൾ ഒരു ഭർത്താവും ഉണ്ടാവില്ല. ഒരു സത്യം ചോദിച്ചോട്ടെ, വീട്ടിലുള്ള ഫ്ലവർ വാസിന്റെ പാടാണോ ആ നെറ്റിയിൽ കാണുന്നത്? ഞാൻ പറയൂല. എന്റെ കൂടെ ഉണ്ട് സജി സുരേന്ദ്രൻ ഓൺ സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. എന്റെ കൂടെ ഉണ്ട് സജി സുരേന്ദ്രൻ ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. UTV പിക്ചേഴ്സ് ആണ് സജിയുടെ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനി വന്ന് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വ്യത്യാസം എന്താ? മലയാളത്തിൽ ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ മിക്കവാറുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ദാരിദ്ര്യം പറയാറുണ്ട്. അത് വേണോ, അത്ര ജൂനിയർ ആർട്ടിസ്റ്റ് വേണോ, ആ ലൊക്കേഷനിൽ ഇത്ര റെന്റാണ്, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ പറയാറുണ്ട്. പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കൊരു ഭയങ്കരമായ സിസ്റ്റം ഉണ്ട്. വളരെ കാൽക്കുലേറ്റഡ് ആണ്. വളരെ നമുക്ക് ആവശ്യത്തിന് ഫ്രീഡം ഉണ്ട്. അവർ ആദ്യമേ തന്നെ ഈ ബഡ്ജറ്റിൽ ഇത്ര പറയുന്നുണ്ട്. അപ്പം നമുക്കത് ഈ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു ഫ്ലെക്സ് വെക്കണം, വൈറ്റില ജംഗ്ഷനിൽ ഫ്ലെക്സ് വെക്കണം എന്ന് നമ്മൾ മലയാളത്തിൽ പ്രൊഡ്യൂസർ തോന്നിയാൽ പുള്ളി പറയും അത് വൈറ്റില ജംഗ്ഷൻ നമ്മൾ കുറച്ചങ്ങോട്ട് മാറി ഒരു ചെറിയ ഫ്ലെക്സ് ഇത്ര ലക്ഷം രൂപയാവും ആ ഫ്ലെക്സിന്റെ വാടക, അത് ഇത്രയും കളക്ട് ചെയ്യണമെങ്കിൽ ഇത്ര ലക്ഷം രൂപ ഓടണം എന്നൊക്കെ പറയുന്ന ഒരു കണക്കില്ലേ. അപ്പോൾ ഏകദേശം UTVയെ സംബന്ധിച്ച് ഓൾ കേരള ഇത്ര ലക്ഷം രൂപയ്ക്ക് ഫ്ലെക്സ് വെച്ചിരിക്കണം എന്നുള്ള അവർക്ക് ടാർജറ്റ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഡേ ഹസ്ബൻഡ്സ് ഇൻ ഗോവയുടെ ഓവർഫ്ലോ റിട്ടേൺ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷോയ്ക്കുമുള്ള ആളായിരുന്നു തിയേറ്ററിന് തിരിച്ചു പോകുന്നത്. സജി ശരിക്കും ആസ്വദിക്കുന്ന ഏതാണ്? ഒരു സാവം മലയാളി പ്രൊഡ്യൂസറിനെയാണോ ഒരു വലിയ? ഞാൻ രണ്ടും ആസ്വദിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇതുപോലെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും വന്നില്ലേലും ഇപ്പം നമ്മളെ ഫസ്റ്റ് സിനിമയുടെ പ്രൊഡ്യൂസർ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ കൃഷ്ണേട്ടന്റെ കസിൻ ഗോപകുമാരേട്ടനായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല, നമ്മളെ സഹായിക്കാൻ വേണ്ടി സിനിമ എടുത്താണ്. നമ്മുടെ സിനിമയോടുള്ള പാഷൻ കണ്ടിട്ട്, എന്റെയും കൃഷ്ണേട്ടന്റെ ഒക്കെ ഒരു സ്ട്രഗിൾ കണ്ടിട്ട്, സിനിമയിലേക്ക് വരാൻ പറ്റാത്ത തടസ്സങ്ങൾ കണ്ടിട്ട് പുള്ളി പ്രൊഡ്യൂസർ ആയതാണ് നമുക്ക് വേണ്ടി. അപ്പൊ നമ്മൾ വന്ന് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് കൊച്ചു നമ്മൾ എഴുതി വെക്കുമായിരുന്നു. പ്രീ പ്രൊഡക്ഷൻ ഷൂട്ടിങ്ങിന് മുമ്പ് 1.5 lakhs. അപ്പൊ നമ്മളൊരു ചായക്കടയിൽ പോയി ചായ കുടിച്ചതിന് ശേഷം അതിന്റെ ബില്ല് കൊണ്ടുവന്ന് വൈകുന്നേരം ആ പ്രൊഡ്യൂസറിന് നമുക്ക് അദ്ദേഹം നമ്മളെ സഹായിക്കുന്ന, അപ്പൊ നമ്മളത് എഴുതി വെക്കും, ഇനി ഇത്ര ലക്ഷം രൂപയിൽ ഇനി ഇത്ര രൂപയേ ഉള്ളൂ നമുക്ക് ബാലൻസ്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഫുഡ് പോലും കഴിച്ച് അങ്ങനെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കോർപ്പറേറ്റ് കമ്പനിയുള്ള ഇവർക്കും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടും നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ, രണ്ട് തുല്യമായിട്ട് തന്നെ. ഹസ്ബൻഡ്സ് ഇൻ ഗോവ ഡയറക്ടർ is here with us and he is. ഹായ്, ഞാൻ സജി സുരേന്ദ്രൻ. ടൺ കണക്കിന് ഫൺ. കുറച്ചു കാലം മുമ്പ് കേരളം എമേർജിംഗ് കേരളയായിരുന്നു. റൈറ്റ് നൗ കേരളം പറയുന്നത് ഇപ്പോൾ ഗോവയെ കുറിച്ചാണ്. അതിന് കാരണക്കാരൻ is here with me. His name is Saji Surendran, Husbands in Goa director. Welcome back to the show. Thank you. And tell me, how was Goa? ഗോവ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഗോവയിൽ എല്ലാം ഉണ്ട്. നമുക്ക് ഗോവയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ തോന്നത്തേയില്ല. സുന്ദരിമാരായ മദാലസമാരായ മദാമുമാർ, നല്ല നല്ല ബീച്ചസ് എന്ന് വെച്ചാൽ അതിമനോഹരമായ ബീച്ചസ്, പാലോലം ബീച്ച്, അങ്ങനെ പല ബീച്ചസ് ഉണ്ട്, പബ്, നൈറ്റ് ക്ലബ്ബ്, ഒരുപാട്. ഇതുപോലെ ഇതിന് മുമ്പ് ഹാപ്പി ഹസ്ബൻഡ്സിന് പോയപ്പോഴത്തേക്ക് ബാങ്കോക്കിൽ പത്തായാണ് ഇതിനു മുമ്പ് നമ്മളെ ആകർഷിച്ച സ്ഥലം. അതുപോലെ ഏതാണ്ട് അതുപോലെയാണ് ഗോവ. ഒന്ന് പറഞ്ഞുതരോ, ഹാപ്പി ഹസ്ബൻഡ്സിലെ ബാങ്കോക്കും ഇന്ത്യയിലെ ഗോവയും തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങളൊക്കെ? വ്യത്യാസം, ബാങ്കോക്ക് പത്തായ കുറച്ചുകൂടെ ഓപ്പൺ ആണ്, ഭയങ്കര ഫ്രീ ആണ് അവിടെ. നമുക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും കണ്ടിട്ട് കണ്ണടക്കേണ്ടി വരും. പത്തായതുകൊണ്ട് ഭാര്യമാര് സൂക്ഷിക്കുക. ബാങ്കോക്കിൽ ബിസിനസ് ടൂറ്, ബിസിനസ് ട്രിപ്പ്, കോൺഫറൻസ് എന്ന് പറഞ്ഞു പോകുന്ന ഭർത്താക്കന്മാരെ ഒന്ന്
സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ബാങ്കോക്കും ഗോവയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? എല്ലാം ഓപ്പണാണ്. അത്രത്തോളം ഓപ്പൺ അല്ല ഇന്ത്യ ആയതുകൊണ്ട് ഗോവ. പക്ഷേ രണ്ടും അതിമനോഹരമാണ്. പത്തായ വെരി ബ്യൂട്ടിഫുൾ. അവിടുത്തെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ പറയാ, കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ്. അത് ഒരിക്കലും ഒരു സ്റ്റാർ ചാനലിലൂടെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഷാനോട് പുറത്ത് വെച്ച് പറഞ്ഞുതരാം. ഗോവയിൽ നിന്ന് കേരളം പഠിക്കേണ്ട ഒരു കാര്യം എന്താ? നമുക്ക് ഏത് രാത്രിയും ആർക്കും, പെൺകുട്ടികൾക്കായാലും ആർക്കായാലും ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാം. അതിനകത്ത് ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല, പോലീസും അങ്ങനെ വേറെ ഇല്ല. പിന്നെ ഇവിടെ ആൾക്കാർക്ക് ആണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അവിടെ ഉണ്ട്, അവിടെ പോലീസ് ചെക്കിങ് ഇല്ല. മറ്റേ ഈ സാധനം കൊണ്ടുവച്ച് ഇങ്ങനെ ഊതിക്കത്തില്ല രാത്രി അടിച്ചോണ്ട് എന്നുള്ള ആ സാധനം ഇല്ല. അത് ഗോവയിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം. ഒന്ന് വേണമെങ്കിൽ അത് മാത്രം ഒന്ന് പഠിച്ചാൽ കൊള്ളാം. കേരളത്തിൽ നിന്നും ഗോവ പഠിക്കേണ്ട ഒരു കാര്യം എന്താ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ സമരം കൊണ്ടുവന്നാൽ മതി. അവിടെ എന്ത് പറഞ്ഞാലും ഹർത്താൽ അവിടെ ഹർത്താലൊന്നുമില്ല. അവിടെ പെട്രോളിന് 11 രൂപയാണ്. നമ്മൾ ഇവിടെയും അവിടെ ആയിട്ടുള്ള ഡിഫറൻസ് ഞങ്ങൾ അന്ന് അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ 11 രൂപ കുറവാണ് അവിടെ. കേരളത്തിൽ ഇത് കേരള ട്രാവൽ മാർട്ടിന്റെ കാലമാണ്. ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാലമാണ്. ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ അറിയേണ്ട കാലമാണ്. ക്ലബ് FM-ൽ ഇത് സ്റ്റാർ ജാം ആൻഡ് ഹാവ് കണക്കിന് ഫൺ. Star Jam with RJ Sean. എന്റെ കൂടെ ഉണ്ട് സജി സുരേന്ദ്രൻ ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. വെൽക്കം ബാക്ക് ടു ദി ഷോ സർ. താങ്ക് യു. ഡയറക്ടേഴ്സ് ക്രിക്കറ്റ് ടീം തുടങ്ങാൻ പോകുന്നത് കേട്ടു, ശരിയാണോ? ശരിയാണ്. അത് കഴിഞ്ഞ സാറ്റർഡേ കളമശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ സെലക്ഷൻ. ഞാനും വന്നിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്കത് മിസ്സാവും സെലക്ഷൻ എന്ന്. പക്ഷെ ഞാൻ രാവിലെ അലാറമൊക്കെ വെച്ച് എണീറ്റിട്ട് ഞാൻ കൊച്ചിക്ക് വിട്ടു. ഞാനും പോയി സെലക്ഷനിൽ പങ്കെടുത്തു. എനിക്കും സെലക്ഷനും കിട്ടി. ഞാനാണ് വിക്കറ്റ് കീപ്പർ, ബാറ്റ്സ്മാൻ. എനിക്ക് സിനിമ പോലെ തന്നെ എനിക്ക് പാഷനാണ് ക്രിക്കറ്റും. ഞാൻ പണ്ട് സ്കൂൾ മുതൽ കോളേജ് വരെ കണ്ടിന്യൂസ്, ഇപ്പോഴും സ്റ്റിൽ ഇന്നും ഞാൻ ട്രിവാൻഡ്രം ക്ലബ്ബിൽ എന്നും മോർണിംഗിൽ 6 to 9:15 വരെ ഞങ്ങളുടെ ടീമുണ്ട്. ടീമിന് സെലക്ഷൻ വന്നു, സെലക്ഷൻ കിട്ടി. ദുബായിൽ വെച്ചിട്ട് എന്താ പറയാ December 1st ഞങ്ങൾ ഷാർജയിൽ വെച്ച് CCL പ്ലേയേഴ്സുമായിട്ട് മാച്ച് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ത്രില്ലും എക്സൈറ്റ്മെന്റും ഉണ്ട്. ഡയറക്ടേഴ്സ് ടീമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇവിടെ സെലക്ഷൻ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ഇത് ചുമ്മാ ഒരു ആവേശത്തിന്റെ നല്ല സ്റ്റൈലം പ്ലേയേഴ്സ് ആണ്. അതായത് ലിജോ ജോസ് പെല്ലിശ്ശേരി എക്സലന്റ് ബാറ്റ്സ്മാൻ, അരുൺ കുമാർ അരവിന്ദ് എക്സലന്റ് ബാറ്റ്സ്മാൻ, അതുപോലെ തന്നെ ദീപൻ ചേട്ടൻ മനോഹരമായിട്ട് ബാറ്റിംഗ് ചെയ്യുന്നുണ്ട്, ബൗൾ ചെയ്യുന്നുണ്ട്. മമ്മാസ് നല്ല ലൈനും ലെങ്തും ഉള്ള ബൗളറാണ്. ആഷിഖ് അബു അന്ന് അവിടെ സെലക്ഷൻ വന്നിട്ടില്ലായിരുന്നു. പിന്നെ ജോണി ആന്റണി ചേട്ടൻ, അയ്യോ ഞാൻ വിചാരിച്ചു ജോണി ചേട്ടൻ എപ്പോഴും വളരെ പോസിറ്റീവ് ആണല്ലോ, നല്ല തമാശയൊക്കെ പറഞ്ഞ് അത് മാത്രമാണ്. പക്ഷെ നല്ല എക്സലന്റ് പ്ലേയേഴ്സ്. അപ്പൊ എനിക്ക് തോന്നുന്നു നല്ലൊരു സ്ട്രോങ് ടീമാണ്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് CCL വരെ ഞങ്ങളെ തോപ്പിക്കും. ഉറപ്പാണ്. നിങ്ങൾ ഡയറക്ടേഴ്സ് ടീം വെച്ച് ഒരു കളി കളിച്ചു, അതിനുശേഷം നിങ്ങളുടെ പ്ലാൻ എന്താ? അല്ല, അതിനുശേഷം ഡയറക്ടേഴ്സ് ആയിട്ട് കളിക്കാം. അല്ല, ഉണ്ട്. ചേരൻ സാറിന്റെ നേതൃത്വത്തിൽ തമിഴില് ഇപ്പൊ നമ്മളാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ടീം ഉണ്ടാക്കുന്നത്. ഷാർജയിൽ ജയിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സിംഗപ്പൂർ ഒരു മാച്ച് ഉണ്ട്. അത് കഴിഞ്ഞ് കാനഡയിൽ ഒരു മാച്ച് ഉണ്ട്. അത് കഴിഞ്ഞ് സൗത്ത് ആഫ്രിക്കയിൽ ഒരു മാച്ച് ഉണ്ട്. വേൾഡ് ടൂർ. ഞാൻ അങ്ങനെ പിന്നെ ഇവിടെ ഡയറക്ട് ചെയ്യാനൊക്കെ വേറെ ആൾക്കാരെ നോക്കണം. Husbands in Goa directors here with us and he is. ഹായ്, ഞാൻ സജി സുരേന്ദ്രൻ. ടൺ കണക്കിന് ഫൺ.